കഴിഞ്ഞ പുത്രയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം നമ്മളിന്ന് റൊണാൾഡോൻ്റെ ഒരു യൂറോ കപ്പ് ഒരു സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അതിനായിട്ട് പിന്നെ ഇത് ഒരേ ഗ്രൂപ്പ് തന്നെയാണ്, റിയൽ ലൈഫിലുള്ള ഒരേ ഗ്രൂപ്പ് തന്നെ. വെൽക്കെല്ലാം കാണിക്കുന്നുണ്ട് കളി. നമ്മളിപ്പോൾ UEFA യൂറോ കപ്പാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതും പോർച്ചുഗലിനെ വെച്ചിട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ എന്തെല്ലോ കേട്ടായിരുന്നല്ലോ, ലൈനപ്പ് എന്ത് മാറ്റാനാണ്. ഞാൻ എല്ലാം ഒന്ന് നോക്കട്ടെ. ഓ, ഫെലിക്സ് ബെഞ്ചിലുണ്ട്, അത് കുഴപ്പമില്ല, ബെഞ്ചിൽ കിടന്നോട്ടെ. സാധാ ഞാൻ ഫെലിക്സിൻ്റെ അടുത്ത് കളിപ്പിക്കുന്നത്. ഇതിപ്പോ ക്യാപ്റ്റൻ റൊണാൾഡോ ആണ്, പെനാൾട്ടി റൊണാൾഡോ, ഷോർട്ട് ഫ്രീ കിക്ക് റൊണാൾഡോ. അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓക്കെ. ക്യാപ്റ്റൻ റൊണാൾഡോ ആയതുകൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ കാണാമല്ലോ. ഓക്കെ, ഫസ്റ്റ് ഇത് പിന്നെ ഞാൻ ലെജൻഡറിയിലാണ് ഇട്ടേക്കുന്നത്. ലെജൻഡറി അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതൊരു സീരീസ് പോലെ ആയിരിക്കും, കുറേ എപ്പിസോഡ്സ് എല്ലാം ചെയ്യും തോന്നുന്നു. ഇതിൻ്റെ റീച്ച് അനുസരിച്ചായിരിക്കും. റീച്ച് കിട്ടുവാണെങ്കിൽ ഓക്കെ, അടുത്തത് വേഗം തന്നെ ഇവിടുന്ന് ആയിരിക്കും, അല്ലെങ്കിൽ റീച്ച് വരുന്നവരെ കാത്തിരിക്കും. ഓ, പൊളിയാണല്ലോ. എന്താ മണ്ണ അവരുടെ സ്കോഡ് വെക്കട്ടെ. ഇത് ഞങ്ങളുടെ സ്കോഡ്, ഇത് നമ്മുടെ സ്കോഡ്. എടാ, അപ്പുറത്ത് വലിയ ടീമൊന്നുമല്ല. റൊണാൾഡോ ഓക്കെ, കിക്ക് ഓഫ്. എന്താ വേറെ ഏതൊരു ഗെയിമിൻ്റെയാണ്. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് കളി തുടങ്ങിയതോടെ റാഫേൽ ലിയാവോയുടെ ഒരു മുന്നേറ്റം. റാഫേൽ ലിയാവോ ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോ മിസ്സസ് ദാറ്റ്. എടാ റൊണാൾഡോ എങ്ങനെയാടോ അത് മിസ് ചെയ്തേ? ഇതിൻ്റെ റൈറ്റേഴ്സ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതിൻ്റെ റൈറ്റേഴ്സ് എന്ത് എഴുതിയാലും അത് ഈ പാവത്തിനെ കരയിപ്പിച്ചിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ എടീ, ഈ പാവത്തിനെ കരയിപ്പിച്ചിട്ട് മാത്രമേ എല്ലാം എഴുതുള്ളൂ. റൂബിൻ്റെ എൻ്റെ പൊന്ന് റാഫേൽ ലിയാവോ ആർക്കെങ്കിലും ഒരു ത്രോ കൊടുക്കും, ഞാൻ തന്നെ ത്രോ ചെയ്യാം. റൂബിൻ ഡേയ്സിന് കൊടുക്കും. റൂബിൻ ഡേയ്സ് ടു ബ്രൂണോ ഫെർണാണ്ടസ് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് മിസ് ചെയ്തില്ല. ഒരു ഷൂ മതി, ഷൂ മതി ധാരാളം. പിന്നെ ഇത് ഞാൻ കളിക്കുന്നതല്ല, ഫിഫ മൊബൈലിൽ അങ്ങനത്തെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കളിച്ചാൽ ഇത് റിയൽ ലൈഫിലെ പ്രഡിക്ഷൻ അല്ലേ. കളിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതിയേ. ഞാൻ കളിച്ചോണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പറയും ഞാൻ ന്യൂബായതുകൊണ്ടാണ് കളിക്കാത്തതെന്ന്. എന്നാൽ പിന്നെ ഓക്കെ ഞാൻ ന്യൂബായതുകൊണ്ടാണ് കളിക്കാത്തത്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര പെട്ടെന്ന് ഒരു അറ്റംപ്റ്റ് സ്പേസ് ഉണ്ടാക്കിയത്. അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് ഞാൻ ഷോട്ട് എടുത്തത്. ഞാൻ ന്യൂബായതുകൊണ്ടല്ലേ ഇങ്ങനെ ഷോട്ട് എടുത്തത്, വേറെ സ്പേസ് ഉണ്ടാക്കിയത്. ഞാൻ ലെജൻഡറിയിലാണ് കളിക്കുന്നത്. ജാവോ ക്യാൻസൽ അല്ലേ, ഇവിടെ എന്തിനാണ് കാര്യം? ഇത് ലെഫ്റ്റ് ബാക്ക് അല്ലേ? എടാ, അവിടെ ലെഫ്റ്റ് ബാക്കിൽ ആരുമില്ല. എന്നിട്ട് എന്ത് വേണ്ട ഓർമ്മയാണ് ആറാത് ചെയ്തേ. എത്തായോ ഹാഫ് ടൈം ചെയ്യാൻ കുറച്ച് നേരം കൂടെ ഉള്ളൂ. പിന്നെ ഇതിന് സെക്കൻഡ് ലെഗ് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ബെർണാർഡോ സിൽവ ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ടു ബെർണാർഡോ സിൽവ.
ഇവർ പണ്ടത്തെ ബാർസലോണയാണോ? ആ ബാർസലോണയിൽ കുറേ എണ്ണം ഉണ്ട് ഇവിടെ. ആരിലുള്ള അല്ല ഫെലിക്സ് ബാർസലോണയിലല്ലേ തോന്നുന്നു. പിന്നെ ക്യാൻസലോ അത് ബാർസലോണക്കാരിലുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ബാർസലോണക്കാരാണ്. പണ്ടത്തെ ബാർസലോണ അത് എനിക്കെന്തിനൊരു നോട്ടിഫിക്കേഷൻ തരുന്നത്? ഒരു അവസാനം ഇറ്റാലിയെ വേണ്ടി ഒന്ന് ഗോളടിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. എനിക്ക് ചെയ്യണ്ടാ മതി. ഓക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത് ഭയങ്കര പണിയാണ്. ലെജൻഡറി ആയതുകൊണ്ട് ഭയങ്കര പണിയാണ്. ലെജൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഡിഫിക്കൽട്ടി ഒന്നും അതിനൊന്നും അപ്പുറമാണ്. അങ്ങനെ തന്നെ ഒരു അറ്റംപ്റ്റ് എടുത്താൽ തന്നെ അത് വലിയ കാര്യം. ലെജൻഡറിയിലേക്ക് എന്താ എന്നെ എത്ര ഇത് ലെജൻഡറി എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് പോലെയാണ്. എടാ എടാ എന്ത് സ്പീഡാണോ ഇനി പെപ്പെ, എൻ്റെ പൊന്നി പെപ്പെ എന്താടേ അവിടെ കാണിച്ചു വെക്കുന്നത്? അവന് ഈ ഷൂട്ടടിക്കാൻ അറിയാതെ പാസ് അടിച്ചു പോയി. അതുകൊണ്ടോ? ഇതാരാ? ആർക്കായാലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒറ്റാവയ്ക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു ഇതെന്താടെ ഇത്രയും സ്പീഡുള്ളൂ? ബെർണാർഡോ സിൽവ ഓടുന്നു. എൻ്റെ പൊന്നി എന്ത് ഓട്ടോടെ! ഒറ്റാവിയനെ മാറ്റി ഇറ്റാലിയനെ ഇറക്കാൻ നോക്കുന്നു. ഇപ്പൊ ബെർണാർഡോ സിൽവനെ മാറ്റുന്നു. കാരണം അത്ര എനർജി ഉള്ളൂ ബെർണാർഡോയിന് അത്ര എനർജി ഉള്ളൂ. എൻ്റെ പൊന്നെ ബെർണാർഡോ സിൽവ അവിടെ ഉണ്ടായിട്ട് എടുക്കാൻ പറ്റിയിട്ട. ബ്രൂണോ ഒരു ടാക്കിളിൻ്റെ ശ്രമം. ക്യാൻസലോ ടു ബ്രൂണോ ടു റാഫേലിയോ. ഇതെന്താടി ബാർസലോണയുടെ കളി? ഇവിടെ റിയൽ മാഡ്രിഡാണ്. ബാർസലോണയുടെ റൊണാൾഡോ ഉണ്ട് കളഞ്ഞു. റൊണാൾഡോൻ്റെ പ്രശ്നമാണോ അതാ ഇവരുടെ പ്രശ്നമാണോ? ഡൗട്ടുണ്ട്. കളി കഴിഞ്ഞു. ഇന്റർനാഷണലിലൂടെ കളിച്ചതല്ല, തുർക്കിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ഭയങ്കര പണിയാണ് തുർക്കിൻ്റെ കൂടെ കളിക്കുന്നത്. പോർച്ചുഗലിൻ്റെ വെച്ചിട്ട് അത് ഈസിയാണ്. ബെർണാർഡോ സിൽവ ടിയാഗോ ഡാലിറ്റ ഇതെല്ലാം ആരുടെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോയുടെ ഒരുത്തന് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ബോൾ വാങ്ങിക്കടാന്ന് റൊണാൾഡോൻ്റെ ഓക്കെ. ബെർണാർഡോ സിൽവ നെവർ മിസ്സസ് ദാറ്റ്. അത്ര ഈസിയിൽ പിന്നെ ബെർണാർഡോ സിൽവ മിസ് ചെയ്യാതെ ഗോൾ നോക്കി. റൊണാൾഡോ കാരണമാണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് റൊണാൾഡോ അടിച്ചില്ല. ഇതാണ് റൊണാൾഡോൻ്റെ സെൽഫിഷ്നെസ്. ഒരു റണ്ണിലുള്ള ശ്രമമായിരുന്നു, അത് ഓഫ് സൈഡ് ആയിപ്പോയി. റൊണാൾഡോ വാസ് ഓഫ് സൈഡ്. ഓക്കെ, ഓഫ് സൈഡ് ആയിപ്പോയി. ഹാഫ് ടൈം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. റാഫേലിയാവോ റാഫേലിയാവിന് ഷൂട്ട് അടിക്കാൻ പറ്റുന്നില്ല. ഒറ്റാവിയോ ടു ബെർണാർഡോ സിൽവ ടു ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫിഷ് ഒന്നുമില്ല. റൊണാൾഡോ സെൽഫിഷ് ഒന്നുമില്ല, വെറുതെയാണ് എല്ലാവരും പറയുന്നു.
ബെർണാണ്ടോ സിൽവ. ബെർണാണ്ടോ ഈ ബെർണാണ്ടോ എങ്ങോട്ടടി പോകുന്നു? കണ്ടി കളഞ്ഞു ബെർണാണ്ടോ സിൽവ. ബ്രൂണോ ഒറ്റാവിൻ്റെ ഒരു ലോങ് റേഞ്ചർ. എടാ അത് പറ്റിയില്ലടാ. ഇറ്റ്സ് ഓവർ ഗൈസ്. നമ്മൾ തുർക്കിൻ്റെ കൂടെയും ജയിച്ചിട്ടുണ്ട്. യെസ്, ഇറ്റ്സ് ഓവർ. തുർക്കിൻ്റെ കൂടെയും നമ്മൾ ജയിച്ചു 1-0. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിലൂടെയും വീണ്ടും കേട്ടോ. ഇറ്റ്സ് മീനസ് സൈനിങ് ഓഫ്. നമ്മളിപ്പോൾ പോയിന്റിൽ 1-ാം സ്ഥാനത്താണ്.